പ്രിയമുള്ളവരെ, അഴിമതി, സർവത്ര അഴിമതി, കൈക്കൂലി, സർവത്ര കൈക്കൂലി. ഇതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്നത്തെ മുഖമുദ്ര. പോലീസുകാരും ഉദ്യോഗസ്ഥരും സർക്കാരും രാഷ്ട്രീയക്കാരും എല്ലാം അഴിമതിക്കാരും കൈക്കൂലിക്കാരുമായി മാറിയ ഒരു രാജ്യമാണ് ഇന്ത്യ രാജ്യം. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം നമ്മൾ കേരളത്തിൽ കണ്ടത് കേന്ദ്രത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ ഏറ്റവും വിശ്വസ്തമായ സ്ഥാപനമാണ് ED എന്ന സ്ഥാപനം, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്. അത് സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസിയാണ്. ഇന്ന് വരെ നമ്മളെല്ലാം വളരെ പരിശുദ്ധവും പരിപാവനവുമാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരു പ്രസ്ഥാനമാണ് ED എന്ന പ്രസ്ഥാനം. അത് സാധാരണ ചെറിയ ചെറിയ അഴിമതികളൊന്നും അന്വേഷിക്കുന്നതല്ല. മഹാകൂടീശ്വരന്മാരുടെ, അതായത് ശതകോടീശ്വരന്മാരുടെയും സഹസ്രകോടീശ്വരന്മാരുടെ അഴിമതി അന്വേഷിക്കുന്ന പ്രസ്ഥാനമാണ് ED എന്ന പ്രസ്ഥാനം. ഇന്ന് വരെ ഇന്ത്യയിൽ, അതായത് CBI പോലും രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നത് കൊണ്ട് അതിനെ കൂട്ടിലടച്ച തത്തയെന്ന് നമ്മുടെ സുപ്രീം കോടതി പോലും വിശേഷിപ്പിച്ചിട്ടും ED എന്ന സ്ഥാപനത്തിന് യാതൊരു പേരുദോഷവും ഇന്ന് വരെ ഉണ്ടായിരുന്നില്ല. പക്ഷേ കേരളത്തിൽ വെച്ച് EDയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ അറസ്റ്റ് ചെയ്തതോടുകൂടി EDയുടെ വിശ്വാസ്യതയും തകർന്നു വീണിരിക്കുകയാണ്. അത് 1-2 രൂപയ്ക്കുള്ള കോടികളുടെ കൈക്കൂലിക്ക്. അങ്ങനെ ഈ കോടികളുടെ കൈക്കൂലിക്ക് പ്രാഥമികമായ കോടതി നടപടികളൊക്കെ കഴിഞ്ഞ് അടുത്ത നടപടിക്കായി തൊണ്ടി മുതൽ കണ്ടെത്തുന്നതിന് വേണ്ടി അന്വേഷണം ഡൽഹിയിലെത്തിച്ചപ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെ പണമൊന്നും, ഈ കൈക്കൂലി പണമൊന്നും ബാങ്കിലിട്ടില്ലെന്നും വീടുകളിൽ നിക്ഷേപിച്ചിട്ടില്ലെന്നും മനസ്സിലായ ED അന്വേഷിച്ചെത്തിയത് കമ്പനികളിലേക്കാണ്. അദ്ദേഹം കൂടുതൽ ലാഭം നേടുന്നതിന് വേണ്ടി കമ്പനികളിലാണ് നിക്ഷേപിച്ചതെന്നറിഞ്ഞു. ആ കമ്പനികളിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർ, കേരള വിജിലൻസ് അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തിയപ്പോഴേക്ക് അത് ഷെൽ കമ്പനിയാണെന്ന് തിരിച്ചറിയുന്നു. അതായത് തട്ടിപ്പ് കമ്പനി. അതിനെക്കുറിച്ചൊരു പിടിയുമില്ല. അതിൻ്റെ മുതലാളിമാരൊക്കെ രക്ഷപ്പെട്ട് കഴിഞ്ഞു. അവരാരാണെന്നൊന്നും തിരിച്ചറിയുക ഇനി ഒരു കാലത്തും സാധ്യമല്ല. അതായത് കൈക്കൂലിക്കാരെ കളിപ്പിക്കുന്ന പേരുംകള്ളന്മാരും ഈ രാജ്യത്തുണ്ട്. അതായത് നമ്മുടെ നാട്ടിലെ എല്ലാ മനുഷ്യരും പണത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ്. മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയെന്ന് പറഞ്ഞോണേ, നമ്മളെല്ലാം അധ്വാനിക്കാതെയും അല്ലെങ്കിൽ ധാരാളമായ സമ്പത്തുണ്ടാക്കുന്നതിനും വേണ്ടി മണ്ണും ചാരി അവസരം നോക്കി കാത്തു നിൽക്കുന്നവരാണ്. അധ്വാനിക്കാതെ പണം ഉണ്ടാക്കാൻ അത് ഇത്തിരിയും മണിയൊന്നുമല്ല. പണത്തിന് ആർത്തി പിടിച്ച് നെട്ടോട്ടം ഓടുന്ന ഒരു സമൂഹമാണ് ഇന്നത്തെ സമൂഹം. നിങ്ങൾ കഴിഞ്ഞ തവണ പത്രത്തിൽ വായിച്ചതാണ് പാതിവില തട്ടിപ്പ്. ഏതാണ്ട് 28 വയസ്സിന് താഴെയുള്ള ഒരു ചെറുപ്പക്കാരൻ കോടിക്കണക്കിന് രൂപയാണ് പാതിവില, അനന്തകൃഷ്ണൻ എന്ന ചെറുപ്പക്കാരൻ കോടിക്കണക്കിന് രൂപയാണ് തട്ടിച്ചെടുത്തത്. കൊച്ചി സായിഗ്രാം ട്രസ്റ്റിൻ്റെ ഡയറക്ടറായ KS അനന്തകുമാർ എന്ന പ്രശസ്തനായ സാമൂഹ്യ പ്രവർത്തകൻ ഉൾപ്പെട്ട തട്ടിപ്പ്. അവരൊക്കെ ഇന്ന് ജയിലിലാണ്. ഇത്തരം തട്ടിപ്പുകൾ എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്? നമ്മുടെ മനുഷ്യർ എന്തുകൊണ്ട് ഇങ്ങനെ ആയിത്തീരുന്നു? പണത്തിനോടുള്ള ആർത്തി ഒന്നുകൊണ്ട് മാത്രമാണ് മനുഷ്യരിങ്ങനെ ആയിത്തീരുന്നത്. നമ്മുടെ മാതാപിതാക്കളും സമൂഹവും എല്ലാ മനുഷ്യരും നമ്മളെ പഠിപ്പിക്കുന്നത് പണം ഉണ്ടാക്കുന്നവനാണ് ഏറ്റവും ശ്രേഷ്ഠനെന്നാണ്. അല്ലാത്തവൻ നികൃഷ്ടനും എന്ന ഒരു ചിന്താഗതിയാണ് നമ്മളെ അവിടെ എത്തിക്കുന്നത്. നമ്മുടെ നാട്ടിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ചിന്താഗതി ഉള്ളത്. സത്യത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. എത്ര പണമുള്ളവനായാലും നമ്മൾ മരിച്ചു പോകുമ്പോൾ എന്തെങ്കിലും 1 രൂപയെങ്കിലും ഇവിടെ നിന്ന് എവിടെയെങ്കിലും കൊണ്ടുപോകാൻ കഴിയുമോ? ഇല്ലെന്നെല്ലാവർക്കും അറിയാം. എന്നിട്ടും എന്തുകൊണ്ട് ഈ പണത്തിന് ആർത്തി ഉണ്ടാകുന്നു? നമ്മൾ ഈ പണം ആർത്തിയോടുകൂടി പിടിച്ചു വെച്ച് യാതൊരു ഉപയോഗവുമില്ലാതെ സൂക്ഷിച്ചു വയ്ക്കുന്നത് കൊണ്ട് വീടുകളായും കെട്ടിടങ്ങളായും വസ്തുക്കളായും സ്വന്തമായി കയ്യേറി വയ്ക്കുമ്പോൾ ഇല്ലാത്തവൻ ഇവിടെ വർദ്ധിച്ചു വരുന്നു. അവനെ ലഭിക്കാതെ പട്ടിണിയും ദാരിദ്ര്യവും മൂലം
കഷ്ടപ്പെടുന്ന അനേകർക്ക് വേണ്ടി ഇത് നമ്മൾ പിടിച്ചു വയ്ക്കാതെ ഇതെല്ലാവർക്കും ഒന്നിച്ചനുഭവിക്കുന്നതാണ് ഇവിടുത്തെ പ്രപഞ്ച നിയമം. നമ്മളാരും പ്രസവിക്കുമ്പോൾ ജനിച്ചു വരുമ്പോൾ പണപ്പെട്ടിയും കൊണ്ട് ജനിക്കുന്നവരല്ല. എന്തിനു വേണ്ടി നമ്മൾ പിന്നെ പണം പിടിച്ചു പറിക്കുന്നു? നമ്മളെ ആ രീതിയിൽ വളർത്തുന്നത് കൊണ്ട് മാത്രമാണ് നമ്മളങ്ങനെ ആയിത്തീരുന്നത്. അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ അതിഭയാനകമാണ്. പണം 10 ചൊറിയുള്ളവനും 10 പണമുള്ളവനും ഉറക്കം വരില്ലെന്ന് പറഞ്ഞതുപോലെ തൻ്റെ പണമെല്ലാം നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭീതിയോടെ ജീവിക്കുന്ന എത്രയോ മനുഷ്യർ ഈ നാട്ടിലുണ്ട്. പക്ഷേ ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ ജീവിക്കുന്നവരും ഈ നാട്ടിലുണ്ട്. ഇതാണ് ഇവിടുത്തെ ജനാധിപത്യം. അസന്തുലിതമായ ഈ ജനാധിപത്യം അതിനെ അറുതി വരുത്തി സന്തുലിതമായൊരു ജനാധിപത്യം എല്ലാവർക്കും തുല്യമായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അമിതമായ ധനസമ്പാദനം പാടില്ലെന്നൊരു നിയമമെങ്കിലും കൊണ്ടുവന്ന് ജനത്തെ നിയന്ത്രിക്കാൻ ഗവൺമെൻറ്റിന് കഴിയണം. ഗവൺമെൻറ് അത് ചെയ്യാത്തിടത്തോളം കാലം എത്ര വേണമെങ്കിലും നിങ്ങൾ സമ്പാദിച്ചു കൂട്ടിക്കോ എന്ന് പറയുമ്പോൾ സമ്പാദിച്ചു കൂട്ടുന്നതിന് വേണ്ടി മാത്രമാണ്, പണത്തിന് വേണ്ടി മാത്രമാണ് ഇവിടെ 90% അധാർമികതകളും പിടിച്ചുപറിയും കൊലയും കൊള്ളയും ബലാത്സംഗവും ഭീഷണിയും ഈ സമൂഹത്തിൽ നടക്കുന്നത്. നമ്മുടെ സമൂഹത്തെ അധാർമികമായി പോകുന്നതിന് പ്രധാന കാരണം പണം എന്നത് വേണ്ടി മാത്രമാണ്, പണത്തിന് വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് ഒന്നുകിൽ ഈ പണം അമിതമായി സമ്പാദിക്കുന്നതിനെ നിയമം മൂലം നിരോധിക്കുക, അതല്ലെങ്കിൽ പണത്തിൻ്റെ നിഷ്ഫലത എന്താണെന്ന് മനസ്സിലാക്കിക്കുന്ന യഥാർത്ഥ വിദ്യാഭ്യാസം നമുക്ക് നൽകുക. ഇന്നത്തെ അടിമത്ത വിദ്യാഭ്യാസം മാറ്റി ജനകീയ വിദ്യാഭ്യാസം നടപ്പിൽ വരുത്തുക. ഇതല്ലാതെ ഇതിനപ്പുറം യാതൊരു പോംവഴിയുമില്ല. അങ്ങനെ ചെയ്യാത്ത പക്ഷം നമ്മുടെ നാട് പണത്തിന് വേണ്ടിയുള്ള ആർത്തി പിടിച്ച നെട്ടോട്ടത്തിനിടയിൽ സകലവിധ അധാർമിക പ്രവൃത്തികളിലൂടെയും നമ്മുടെ സമൂഹം എന്നും നശിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എനിക്ക് ഇവിടെ നാട് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളോടും ജനങ്ങളെ നയിക്കുന്ന മതമേലധികാരികളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സകലവിധ ക്ഷുദ്ര പ്രവർത്തനങ്ങളും അവസാനിപ്പിച്ച് ജനത്തെ നന്മയിലേക്കും സന്മാർഗത്തിലേക്കും നയിക്കുക. അതുകൊണ്ട് മാത്രമേ നമ്മുടെ നാടിന് രക്ഷയുണ്ടാവുകയുള്ളൂ. വീണ്ടും വീണ്ടും നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു, നമ്മുടെ നാടിനെ നന്മയിലേക്ക് നയിക്കുക. ഗുഡ് ബൈ.